ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബീന. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബ്ലൗസ് കട്ടിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ വന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോകാം. അളവുടുപ്പിൽ നിന്ന് അളവെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു അളവുടുപ്പ് നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് അയൺ ചെയ്ത് വൃത്തിയായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ അയൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് എടുക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴോട്ടാണ് നമ്മുടെ ബാക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. കണ്ടില്ലേ? അതിപ്പോൾ എത്രയാണോ അത് വേണം എടുക്കാൻ. ഇവിടെ എനിക്ക് വേണ്ടുന്നത് 14.4 അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയാണ് എടുക്കേണ്ടത്. അതേപോലെ ചെസ്റ്റാണ് ഈ എടുക്കുന്നത്. ഒരു കൈക്കുഴിയുടെ അവിടെ നിന്ന് മറു കൈക്കുഴിയുടെ അവിടം വരെയുള്ള ആ വണ്ണമാണ് വരേണ്ടത്. ഇത് 20.4 വരും. അപ്പം പകുതി നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ അത് 10.4 എടുക്കേണ്ടത്. അതേപോലെ ഇത് കണ്ടോ, ആം റൗണ്ട് എന്ന് പറയുന്നത് ആ കൈ ജോയിൻറ്റ് വരുന്ന ആ ഭാഗങ്ങൾ അവിടുത്തെ ഇത് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ റൗണ്ട് ചുറ്റി എടുക്കുക. അതാണ് ആം റൗണ്ട്. അതിനുശേഷം ഷോൾഡറിൻ്റെ ആ സ്ട്രിപ്പിൻ്റെ അകലം കണ്ടില്ലേ, അത് എടുക്കണം. അതിനുശേഷം നമുക്ക് സ്ലീവ് ബാക്ക് പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ട് കറക്റ്റ് എല്ലാ അളവുകളും അങ്ങ് എടുക്കുക. ഇപ്പോൾ സ്ലീവിൻ്റെത് എത്രയാണോ അത്രയും എടുക്കുക. അതേപോലെ സ്ലീവിൻ്റെ ആ റൗണ്ട് അടിഭാഗത്ത് വരുന്ന ആ വണ്ണമാണ് അവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതെടുക്കുക. ഇവിടെ എനിക്ക് 5.5 വേണ്ടത്. കണ്ടില്ലേ? ബാക്ക് ഭാഗം നമ്മൾ നിവർത്തി ഇട്ടിട്ട് അവിടുത്തെ അളവുകൾ എല്ലാം എടുക്കാം. അതേപോലെ നെക്കിൻ്റെ ഇറക്കം എടുക്കാം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം. ഇതേപോലെ ടോപ്പിൽ ഇതേപോലെ ടേപ്പ് വെച്ചതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കാം. ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അതെടുക്കുക. ഇതേപോലെ എടുക്കാം. അതിനുശേഷം ഇനി നെക്കിൻ്റെ വിഡ്ത്ത്, ഇവിടെ നെക്കിൻ്റെ ഇറക്കം വന്നേക്കുന്നത് 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് അറിയാൻ വേണ്ടി, അതായത് നെക്കിൻ്റെ വീതി അതറിയാൻ വേണ്ടി ഇതേപോലെ നല്ലതായിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം താഴ്ഭാഗത്ത് ഇതേപോലെ ടേപ്പ് വെച്ച് മുകളിലോട്ട് മടക്കി നോക്കുക. അതല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുത്ത് മുകളിലേക്ക് നെക്കിൻ്റെ അകലം വന്നേക്കുന്ന ആ ഭാഗത്ത് കറക്റ്റായിട്ട് വെക്കുക. കണ്ടില്ലേ? വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ആ അകലമാണ് നോക്കേണ്ടത്. അപ്പോൾ എത്രയാണോ കിട്ടിയത് അതെടുക്കാം. അതല്ലാതെ വേറൊരു രീതിയിൽ കൂടെ നമുക്കിത് നിവർത്തി ഇട്ടിട്ട് കറക്റ്റായിട്ട് കഴുത്തകലം കറക്റ്റ് ലെവലാക്കി വെക്കുക. വെച്ചിട്ട് നമുക്കതിൻ്റെ അളവെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ 5 കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ 2.5 എടുക്കുന്നു. 2.5ക്ക് 2.4 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതേപോലെ മടക്കിയിടാം. ഫ്രണ്ട് പാർട്ട് കണ്ടോ, ആ വലിയ ഡാട്ട് വരുന്നില്ലേ, ആ ബ്രസ്റ്റ് പോയിന്റിൻ്റെ ഡാട്ട് വരുന്ന അവിടെ കറക്റ്റാക്കി ഇതേപോലെ പിടിച്ച് ഇങ്ങനെ ഇടുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് കണ്ടോ, അവിടെ ഒരളവ് വരും ബ്രസ്റ്റ് പോയിന്റിൻ്റെ അളവ്. അതേപോലെ താഴെ പട്ടയുടെ ഭാഗം ജോയിന്റ് വരുന്ന, കട്ടിങ്ങിൻ്റെ അവിടെ ജോയിന്റ് വരുന്ന ഭാഗം. അപ്പം ഇങ്ങനെ വയ്ക്കുമ്പോൾ ബ്രസ്റ്റ് പോയിന്റ്, ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് വരുന്ന അളവ് അവിടെയാണ് വരുന്നത്. അതേപോലെ ഫ്രണ്ടിൻ്റെ ഇറക്കം എടുക്കുന്നത് അതിൻ്റെ അതാണ്. അതേപോലെ ബ്രസ്റ്റ് പോയിന്റ് ടു ബ്രസ്റ്റ് പോയിന്റിൻ്റെ അളവ് വരുമല്ലോ, അതാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് നമ്മൾ ഹുക്കുള്ള ആ വശത്ത് വെച്ചിട്ടാണ് നോക്കുന്നത്. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇവിടെ 4 കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ ബ്ലൗസിൻ്റെ അളവ് എത്രയാണോ അതാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടിയാണ് നമ്മൾ കട്ട് ചെയ്യുമ്പം എടുക്കുന്നത്. തയ്യൽ തുമ്പിന്, അതായത് ആ പടി ജോയിൻറ്റ് ചെയ്യുമ്പോൾ പോകും. അതിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനി ഇതേപോലെ ആ ഫ്രണ്ട് ഓപ്പൺ ഭാഗത്ത് ഇതുപോലെ ആ ജോയിന്റ് വരുമല്ലോ,
കട്ടിങ്ങിൻ്റെ ജോയിന്റ് വരുന്നിടം വരെയുള്ള നെക്കിൻ്റെ അവിടുന്ന് കട്ടിങ്ങിൻ്റെ ജോയിന്റ് വരുന്ന അവിടം വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് അതിൻ്റെ അളവ് നോക്കണം, അതെടുക്കാം. പിന്നെ കൈക്കുഴിയുടെ അവിടെ നിന്നും താഴോട്ടുള്ള ആ ലെങ്ത് അതും എത്രയാണോ അതെടുക്കുക. അതിൻ്റെ കൂടെയൊക്കെ 1 ഇഞ്ച് കൂടെ നമുക്ക് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാൻ. പിന്നെ ഈ ഫ്രണ്ട് നെക്ക് എത്രയാണോ അതും കൂടെ നമുക്ക് നോക്കാം. ഫ്രണ്ട് നെക്ക് ഇവിടെ എനിക്ക് വേണ്ടത് 6 ഇഞ്ചാണ്. ഇനി കട്ടിങ്ങിൻ്റെത് നമ്മൾ നോക്കുമ്പോഴത്തേന് ഇതേപോലെ 2 സൈഡിലും കട്ടിങ്ങിൻ്റെ ലെങ്ത് ഒക്കെ നോക്കാം. എന്നിട്ട് വേണം കട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്കത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് തുണിയുടെ അഴുക്ക വശം എടുക്കുക. അഴുക്ക വശത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അഴുക്ക വശം എടുത്തിട്ട് വേണം നമ്മൾ ആദ്യം തുണിയിൽ വരയ്ക്കാനുള്ളത്. ഇതില്ലേ ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് കറക്റ്റായിട്ട് തെറ്റിപ്പോകാതെ ഏത് വശമാണ് നല്ല വശം ഏത് ചീത്ത വശം ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് കറക്റ്റ് ഒരു ആ ചെസ്റ്റ് അളവ് അനുസരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തിടാം തുണി. ചെസ്റ്റ് അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുത്തില്ലേ, അളവുടുപ്പിൽ നിന്ന് എടുത്ത ആ അളവ് അത് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് 10 പോയിന്റുമാണ്. അതായത് 20.25 അതിൻ്റെ പകുതി. ഇതിപ്പം 2ആയിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ 10 പോയിന്റും അതിൻ്റെ കൂടത്തിൽ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ വേണം. 12. അതിൻ്റെ കൂടത്തിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി ഒരുപാട് മിച്ചം വരും, ലാഭിക്കാം. ഉണ്ടല്ലേ ഇതേപോലെ കറക്റ്റ് ആ ചെസ്റ്റ് അളവിൻ്റെ അനുസരിച്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ലെവലിൽ ഒന്ന് നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് വെക്കുക. നിവർത്തിയിട്ട് അയൺ ചെയ്യണം. അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് അയൺ ചെയ്ത് വയ്ക്കുക. ഞാൻ ഈ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരേ ലെവലിൽ ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് മുഖത്തോട് മുഖം വരുന്ന രീതിയിൽ വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അല്ലാതെ ഫ്രണ്ട് ബാക്ക് വെട്ടി മാറ്റിയതിന് ശേഷം ഫ്രണ്ട് വെട്ടുന്ന അങ്ങനെയല്ല. ഇത് ഒരേ രീതിയിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തണം. അതിനായിട്ട് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കുക. എത്രയാണോ ഇറക്കം അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. 14.25 ഇവിടെ വേണ്ടത്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൊടുത്തു 15.25 എടുത്തു. അത് മറു സൈഡിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 15.25 തന്നെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ബാക്കി അളവുകളെല്ലാം കൂടെ കൊടുക്കാം. ഇനി ഇവിടെ നെക്കിൻ്റെ അകലമാണ് 2.25 എടുക്കുന്നത്. നമ്മൾ അളവുടുപ്പിൽ നിന്ന് എടുത്തപ്പോഴത്തേനും ടോട്ടൽ 5 ഇഞ്ചാണ് കിട്ടിയത്.
ടോട്ടൽ അകലത്തേക്കാളും പകുതി എടുക്കണം, 2.5. അതിൻ്റെയും 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ അളവുടുപ്പിൽ അടയാളപ്പെടുത്തി കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ ഇറക്കം എത്രയാണോ അതെടുക്കുക. ഇറക്കം ഇവിടെ 6.25 വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/4 ഇഞ്ച് കൂടെ കൂട്ടി 7 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ അകലം നമ്മൾ മുകളിലെടുത്തതിനേക്കാൾ 1/2 ഇഞ്ച് കൂട്ടിയെടുത്തു. മുകളിൽ 2.25 എടുത്തപ്പോൾ താഴെ 2.25 എടുത്തു. അതിനുശേഷം നമുക്കിതൊന്ന് വരച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ടാണ് നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ട്രിപ്പാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ വേണ്ടുന്ന ഷോൾഡർ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 2.5 2.5യുടെ കൂടെ നമുക്ക് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടി വേണം അടയാളപ്പെടുത്താൻ. അപ്പം 2.5യുടെ കൂടെ 3/4 കൂടെ കൂട്ടുമ്പോൾ 3.25 ആകും. അങ്ങനെ ടോട്ടൽ 3.25 അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ട്രിപ്പ് അടയാളപ്പെടുത്തണം. ഇപ്പം ഷോൾഡർ സ്ട്രിപ്പ് നിങ്ങളുടെ ഉടുപ്പിൽ എത്രയാണോ, 3 ആണെങ്കിൽ അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂട്ടുക, 3.5 ആണെങ്കിൽ അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂട്ടി 4.25 അതങ്ങനെ അടയാളപ്പെടുത്തുക. ഇവിടെ ഇതേപോലെ 2.25 നെക്ക് വിഡ്ത്ത്, അതിൻ്റെ കൂടെ 3.25 ഷോൾഡർ സ്ട്രിപ്പും കൂടെ കൂട്ടി 5.5 അടയാളപ്പെടുത്തി. ആദ്യം ഞാൻ 5.25 അടയാളപ്പെടുത്തിയത്. അതാണ് ആ ഒരു വര അവിടെ ഇരിക്കുന്നത്. 5.5 അടയാളപ്പെടുത്തി കൊടുത്തു. അതേപോലെ ആ 5.5 തന്നെ താഴോട്ട് ഇറക്കി ഒന്നുകൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ്. താഴോട്ട് ഇറക്കി 5.5 അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആം ഹോള്. ഇപ്പം നമുക്ക് ആം ഹോൾ അറിയത്തില്ല. ആം റൗണ്ട് 8.25 എൻ്റെ ഉടുപ്പിൽ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 5 ഇഞ്ച് എടുത്തു. ആം ഹോള് 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് മറു സൈഡിലോട്ട് മാറ്റി ഒരു 5 ഇഞ്ച് കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് സ്ക്വയർ ആക്കി വയ്ക്കാം. എന്നിട്ട് 5 ഇഞ്ചിൽ ആം ഹോൾ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം കറക്റ്റായിട്ട് 8.25 അവിടെ കിട്ടുമോന്ന്. അതിനുശേഷം നമുക്കിതൊന്ന് സ്ക്വയർ ആക്കാം. ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് ഒരു 10 പോയിന്റുമാണ് വന്നേക്കുന്നത്. ആ ചെസ്റ്റ് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് മുമ്പ് ആം ഹോൾ അടയാളപ്പെടുത്തി 5ന്റെ പകുതി അടയാളപ്പെടുത്തി കൊടുത്തു. 2.5 ഏറ്റവും ടോപ്പിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം 10 പോയിന്റും നമ്മുടെ ചെസ്റ്റ് അളവ് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതായത് ബ്ലൗസ് നിവർത്തി ഇട്ടെടുത്തപ്പോൾ നമുക്ക് 20.25 കിട്ടിയത്. ഇതിപ്പം 4 വരുന്നത്. 2 പീസായിട്ട് മടക്കിയിട്ടേക്കുകയാണ് തുണി. അതുകൊണ്ടാണ് അതിൻ്റെ പകുതി എടുത്ത് 10 പോയിന്റും എടുത്തേക്കുന്നത്. ഇത് നിവർത്തി ഇടുമ്പോൾ 20.25 ആവും. എന്നിട്ട് നമുക്കൊന്ന് കർവ് ഉപയോഗിച്ച് വരച്ചു. അതിനുശേഷം നമുക്ക് ഇതേപോലെ ആ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തില്ലേ മേളിൽ, അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ആ ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തിയിടം വരെ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ബ്ലൗസിൽ നിന്ന് അളവെടുത്തില്ലേ, അതേ രീതിയിൽ. ഇപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ ഇതേപോലെ അടയാളപ്പെടുത്തി അളവെടുത്ത് നോക്കുക. അപ്പോൾ 8.25 കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആം റൗണ്ട് 9 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ 5 എടുത്ത് നോക്കുക. അന്നേരം അത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ 5.25 എടുത്ത് നോക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഇത് വരും. അതിനുശേഷം നമുക്ക് വേസ്റ്റ് അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അത് അളവുടുപ്പിൽ നിന്ന് തന്നെ ഞാനെടുത്ത് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം 1 ഇഞ്ച് ഡാട്ടിന് വേണ്ടി കൊടുത്തു. ബാക്കിൽ ഒരു 2 ഡാട്ട് വരുമല്ലോ, അതിനു വേണ്ടി ഒരു ഇഞ്ച് കൊടുത്തു. 3/4 ഇഞ്ചായാലും മതി. ഞാൻ 1 ഇഞ്ച് കൊടുത്തു. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. എന്നിട്ട് ഏറ്റവും ചെസ്റ്റിൻ്റെ അവിടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തു. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കാം. ഇങ്ങനെ വരച്ചെടുത്തു. അതിനുശേഷം ഇതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ തയ്യൽ തുമ്പ് വരുന്ന ആ ഭാഗത്ത്
ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ക്രോസ് ആയിട്ട് ഇവിടെ കാണിക്കുന്ന അതേ രീതിയിൽ അതിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. അത് അവിടെ അടിഭാഗം സൈഡ് രണ്ടും തൂങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആംഹോളൊക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് കൈക്കുഴിയുടെ അവിടെ ചുളിവൊന്നുമില്ലാതെ കിട്ടും. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് എടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ ആ ഭാഗവും കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക. ഈ ബാക്ക് പാർട്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് ഇനി ഇത് തിരിച്ച് ആ കിടക്കുന്ന അതേ രീതിയിൽ വെച്ച് തന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അതെങ്ങനെയെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേനും അത് കറക്റ്റായിട്ട് എളുപ്പമാണ്. പിന്നെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടൊന്നും കട്ട് ചെയ്യേണ്ടി വരത്തില്ലത്. കണ്ടില്ലേ, ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് പാർട്ട് നോക്കാം. അപ്പം നമ്മൾ ആ കട്ട് ചെയ്ത അതേ രീതിയിൽ ആ തുണി ഒന്ന് നിവർത്തിയിടുകയാണ്. കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, നെക്ക് കട്ട് ചെയ്ത പീസാണ് അവിടെ ആ കാണുന്നത്. അപ്പം ആ വരച്ചേക്കുന്ന വരയെല്ലാം അതേപോലെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ അതേപോലെ തന്നെ നമുക്ക് ആ ഷോൾഡർ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് അടയാളപ്പെടുത്തിയതും ഷോൾഡർ അടയാളപ്പെടുത്തിയ എല്ലാം അതേപോലെ തന്നെ അവിടെ വരച്ചിട്ടുണ്ട്. കണ്ട 5.5 ഷോൾഡർ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. നെക്കിന്റെ അവിടെ 2.25 അടയാളപ്പെടുത്തി കൊടുത്തു. ആ ഷോൾഡർ 5.5 താഴേക്കും അടയാളപ്പെടുത്തി കൊടുത്തു. അവിടെയാണ് ആ കൈക്കുഴി വരുന്നത് കേട്ടോ. ആം ഹോൾ വരുന്നത് ആ വശത്തോട്ടാണ്. അപ്പൊ നമ്മുടെ ആ കൈക്കുഴി ഫ്രണ്ടിന്റെ ബാക്ക് പാർട്ടിൻ്റെത് വെട്ടിയെടുത്തില്ല, അതേ രീതി തന്നെ, പക്ഷെ മുഖത്തോട് മുഖം വരത്തക്ക രീതിയിലാണ് ഇട്ടേക്കുന്നതെന്നേ ഉള്ളൂ. അപ്പൊ ആ 5.5 നമ്മൾ അവിടെ അങ്ങനെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇതിപ്പം നമ്മൾ കൈക്കുഴിയുടെ ഭാഗമാണ് ആ വരച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതേപോലെ വരച്ചു. അതിനുശേഷം നമുക്കത് അതിന്റെ പകുതി എടുക്കാം. 5.5 അടയാളപ്പെടുത്തിയില്ലേ, അതിന്റെ പകുതി കൂടെ അടയാളപ്പെടുത്തി. അതിന് മുമ്പ് നമുക്ക് നെക്കിന്റെ ഇറക്കം കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എത്രയാണോ നെക്കിറക്കം അവിടെ വേണ്ടുന്നത് അതാണ് അടയാളപ്പെടുത്തേണ്ടത്. താഴെ 1/2 ഇഞ്ച് കൂടെ അകലം കൂട്ടി കൊടുക്കുക. അപ്പൊ നമുക്ക് ഒരിത്തിരി വൈഡായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ്. മനസ്സിലായല്ലോ. നമുക്ക് ഈ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത അതേ ലെവലിൽ തന്നെ നെക്ക് ആ സൈഡ് തന്നെയാണ് നെക്കും വന്നേക്കുന്നത്. കണ്ടില്ലേ. അപ്പൊ നമുക്ക് അത് ഒരു പീസ് നമുക്ക് ആ പടിക്കൊക്കെ കൊടുക്കാൻ തുണി കുറവുള്ള ഇതിൽ കിട്ടും. അതുപോലെ കൈക്കുഴിയുടെ അവിടെയും ആ പീസുകൾ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാനും ഒക്കെ കിട്ടും. അവിടെ ഇതുപോലെ നമ്മൾ 10 പോയിന്റും അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ചെസ്റ്റ് അളവ്. എന്നിട്ട് കൈക്കുഴി ആ ഭാഗം ഒന്ന്, അതായത് ബാക്ക് പാർട്ട് എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ രീതി തന്നെ, ഞാൻ കുഴിച്ചൊന്നും വെട്ടുന്നില്ല, ഇതേപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിന്റെ ഇറക്കം എടുത്തില്ലല്ലോ, ഫ്രണ്ട് പാർട്ടിന്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കണം. അത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുക. ബാക്ക് പാർട്ടിന് എത്രയാണോ കൊടുത്തത് അതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിനും കൊടുക്കാം. 12 ഇവിടെ, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൊടുത്തു 13 എടുത്തു. നിങ്ങൾക്ക് എത്രയാണ്, നിങ്ങൾക്ക് 13 ആണെങ്കിൽ 1 ഇഞ്ച് കൂടെ കൊടുത്തു 14 എടുക്കാം. 11 ആണെങ്കിൽ 1 ഇഞ്ച് കൂടെ കൊടുത്തു 12 എടുക്കാം. അതേപോലെ മറു സൈഡിലോട്ടും കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിപ്പോ കണ്ടല്ലോ, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ആ തുണി ഒരേ ലെവലിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എടുത്ത് മാറ്റോ ഒന്നും ചെയ്തില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നല്ലതായിട്ട് ശ്രദ്ധിച്ച് ആദ്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി ആ ചെസ്റ്റ് 10.25 തന്നെ ഞാൻ താഴോട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് വരച്ചു കൊടുക്കാം.
ഇപ്പൊ നമ്മൾ അളവുടുപ്പിൽ നിന്ന് ആ ചെസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ അളവുടുപ്പുണ്ടല്ലോ, അളവുടുപ്പ് വെച്ച് ബ്രസ്റ്റ് പോയിന്റ് വരുന്നതിൻ്റെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് തുണി തികയുന്നോന്നും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. കാരണം ചില ബ്രസ്റ്റിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്കവിടെ തുണി കുറവായി. അതിൻ്റെ പോലെ നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഏറ്റവും ടോപ്പിൽ നിന്ന് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എത്രയാണോ നമുക്ക് കിട്ടിയത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. 9 കിട്ടിയിരുന്നത് ഇവിടെ, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 9.5 ബ്രസ്റ്റ് പോയിന്റ് എടുത്തു. അതേപോലെ നമുക്ക് BP, അതായത് ബ്രസ്റ്റ് പോയിന്റ് ടു ബ്രസ്റ്റ് പോയിന്റ്, 2 ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള അകലം കിട്ടിയത് 4, അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടണം. 4.25 ഇവിടെ 4.25 കൊടുത്തു. നിങ്ങൾക്ക് 3.25 കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടി 4 എടുക്കുക. അതേപോലെ എത്രയാണോ അളവ് അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്താൽ മതി. അതായത് ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം അളവെടുപ്പിൽ നോക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ 2 നിപ്പിൾ പോയിന്റ് തമ്മിലുള്ള അകലമാണ് ഈ ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഡാർട്ടിന്റെ വീതി എത്രയുണ്ടെന്ന് നോക്കാം. അതൊരു 1.5 ഇഞ്ച് വരുന്നുണ്ട്. ആ 1.5 ഇഞ്ച് 2 സൈഡിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള അകലം, അതായത് നമ്മുടെ ആ നിപ്പിൾ പോയിന്റ് ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ നിപ്പിൾ പോയിന്റ് തമ്മിലുള്ള അകലം വരുന്നത് 8 ആണെങ്കിൽ അതിന്റെ പകുതി 4 എടുക്കേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് 1/4 ഇഞ്ച് കൂട്ടി കൊടുക്കണം. 1/4 ഇഞ്ച് കൂടെ കൊടുക്കുന്നത് നമുക്ക് അവിടെ ആ പടി വെക്കാൻ വേണ്ടി വെക്കുമ്പോഴത്തേനും 1/4 ഇഞ്ച് പോകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ ഓരോന്നും ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതേപോലെ നമുക്ക് ഫ്രണ്ടിന്റെ ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് അളവുണ്ടല്ലോ, അതായത് നെക്കിന്റെ അവിടുന്ന് കട്ടിങ് വരെയുള്ള ആ ഒരു അളവ് വരുന്നത്, അത് 4.25 വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 5.25 അടയാളപ്പെടുത്തി കൊടുത്തു. നിങ്ങൾക്ക് എത്രയാണോ അത്ര നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ മറു സൈഡിൽ ആം ഹോളിന്റെ അവിടുന്ന് താഴേക്കുള്ള അളവ്, കൈക്കുഴിയുടെ അവിടുന്ന് താഴേക്ക്, അതെത്രയാണോ വരുന്നത്, ഇവിടെ 6 അതിൻ്റെ കൂടെ 5 അതിൻ്റെ കൂടെ 5.25 അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി 6.25 കൊടുത്തു. അപ്പൊ നിങ്ങൾക്കും എത്രയാണോ അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി എടുക്കാം. എന്നിട്ട് ഇതേപോലെ കണ്ടില്ലേ, ആ ഡാർട്ടിന്റെ ആ വീതി അടയാളപ്പെടുത്തിയില്ലേ 1.5 ഇഞ്ച്, അവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് 2.5 ഇഞ്ചോ 2 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടാനുസരണം 1.5 ഇഞ്ച് അത് കൊടുക്കാം. എന്നിട്ട് അളവുടുപ്പിൽ നിന്ന് അളവുടുപ്പ് വെച്ച് ആ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തില്ലേ 4.25, ആ അവിടുത്തെ ആ ഡാർട്ടിന്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ആ ബ്രസ്റ്റ് പോയിന്റിന്റെ ഒന്ന് നോക്കണം, അകലം കറക്റ്റ് നമുക്ക് ആ വണ്ണം കിട്ടുന്നുണ്ടോ എന്ന് അളവുടുപ്പിൽ നിന്ന് വെച്ച്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തേന് അതേപോലെ തന്നെ നമ്മളിപ്പം ഒരു 1/4 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് ബ്രസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തിയേക്കുന്നത്. അതുകൊണ്ട് ആ ബ്രസ്റ്റ് പോയിന്റിലോട്ട് വെച്ച് കൊടുത്താൽ മതി. കണ്ടില്ലേ, അതേപോലെ വെക്കുക. അതിനുശേഷം ഇതേപോലെ തയ്യൽ തുമ്പ് കറക്റ്റ് നോക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൽ കറക്റ്റ് വണ്ണം കിട്ടുമോ എന്ന് നോക്കണം. എന്നിട്ട് അതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടല്ലോ, ആ നെക്ക് ഭാഗം വന്നത് ബാക്ക് നെക്കിന്റെയും ഫ്രണ്ട് നെക്കിന്റെയും ഭാഗം വന്നവിടമാണ് ഇപ്പൊ ഞാൻ ഈ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ആ ഭാഗങ്ങൾ നമുക്കൊരു പടിക്കായിട്ട് എടുക്കാനുണ്ട്. ഫ്രണ്ട് അതായത് ഹൂക്ക് പടിക്കും ഐപ്പടിക്കും എടുക്കാനുള്ള പീസായിട്ട് നമുക്കത് കിട്ടി. തുണിയൊക്കെ കുറവുള്ളിടത്ത് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം നമുക്ക് കിട്ടും. അതേപോലെ ഇനിയുള്ളത് കണ്ട കൈക്കുഴിയുടെ ഭാഗമാണ്. കണ്ട, അപ്പൊ അത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തത് ഒരേ ലെവലിന് അത് കിട്ടും. ഇനി താഴേന്ന് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ആ ഫ്രണ്ട് പാർട്ട്, ആ കൈക്കുഴിയുടെ ആ ഭാഗം കണ്ടില്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്ത് നമുക്ക് ക്രോസ് പീസിനും ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഇതുപോലെയാണ് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തത് വരുന്നത്. ഈ വീഡിയോ കാണിക്കുന്ന കണ്ടില്ലേ, ഇത് ഫ്രണ്ട് ബാക്ക് പാർട്ടാണ് കേട്ടോ.
നിങ്ങൾ ശ്രദ്ധിക്കണേ. കണ്ട, ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ കണ്ടല്ലേ, ഇതുപോലായിരുന്നു ക്ലോത്ത് ഇരുന്നത്. നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇങ്ങനെയാണ്, ഫ്രണ്ടും ബാക്കും. എന്നിട്ട് ബാക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതേപോലെ തന്നെ ഫ്രണ്ടും നമ്മൾ കട്ട് ചെയ്തു. കണ്ട, ഇത് നെക്കിൻ്റെ ഭാഗം വന്നത്. ഇത് രണ്ടും നമുക്ക് ഒരുപോലെ കിട്ടി. ഇനി വരുന്നത് ആം ഹോളിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും തുണി ക്രോസ് പീസിനൊക്കെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, അത് 2 പീസ് കിട്ടി. കൈക്കുഴിയുടേത് ഒരേപോലെ കട്ട് ചെയ്താൽ ഇതാണ്. ഒരുപാട് തുണി നമുക്ക് ലാഭിക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതേപോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ വന്നറിയിക്കണേ. ഇതേപോലെ നമുക്ക് ഡാട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരു പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ താഴ്ഭാഗത്തൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് മറു സൈഡിൽ അതേ രീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാർക്കിംഗ് റോളർ വാങ്ങാൻ കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല. അത് വെച്ച് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മറു സൈഡിലേക്കും കറക്റ്റായിട്ട് വരും. അപ്പം ബിഗിനേഴ്സിനൊക്കെ അത് കറക്റ്റായിട്ടും എളുപ്പമാണ്. കണ്ടില്ലേ, ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തു. എന്നതിന് ശേഷം നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ട് തമ്മിൽ ജോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ബാക്ക് പാർട്ട് വെട്ടി അതേപോലെയല്ലേ വെച്ച് വെട്ടിയത്. അതുകൊണ്ട് ഇനി ആ ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കണം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ഒരു ഡാട്ട് വരൂലേ, അതാണ് ഈ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് ഫ്രണ്ട് ആ ബ്രസ്റ്റ് പോയിന്റ് അവിടുത്തെ ആ മെയിൻ ഡാട്ടിൽ നിന്ന് ഒരു 2 ഇഞ്ച് അകലം കൊടുത്തു. എന്നിട്ട് കൈക്കുഴിയുടെ അവിടത്തേക്ക് 1/2 ഇഞ്ച് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. അതേപോലെ മൂന്നാമതൊരു ഡാട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ മധ്യഭാഗം എടുക്കുക, ആ ഓപ്പൺ ഭാഗത്തിൻ്റെ മധ്യഭാഗം എടുക്കുക. എന്നിട്ട് മെയിൻ ഡാട്ടിൽ നിന്ന് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വ്യത്യാസം കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ കോണായിട്ട് വരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതിൻ്റെ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ, സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല. സ്റ്റിച്ചിങ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. തന്നെയല്ല, സ്റ്റിച്ചിങ് എല്ലാവർക്കും അറിയാമല്ലോ. കട്ടിങ് ആണല്ലോ എല്ലാവർക്കും പാട് വരുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. എങ്കിൽ ഇനി ഞാൻ വേറെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. മാർക്കിംഗ് റോളർ ഇല്ലെങ്കിൽ ഇതേപോലെ മറു സൈഡിലേക്ക് അടയാളപ്പെടുത്താൻ ഒരു പിന്ന് കുത്തി കൊടുത്ത് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, അപ്പം മറു സൈഡിൽ ഇതുപോലെ അടയാളങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിന് അടയാളപ്പെടുത്തുന്നത്. ഇനി ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കണ്ടേ? സെപ്പറേറ്റ് ആക്കിയില്ലല്ലോ. കണ്ടില്ലേ, ജോയിൻ്റ് ആണ്, കണ്ട. അപ്പം ഇനി അതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇനിയാണ് ഇപ്പൊ താഴെയുള്ള ആ ഭാഗം, ആ ലെവൽ ഉണ്ട്, അവിടെ നമ്മൾ ഇതുപോലെ ആദ്യം നമ്മൾ
തുണി മടക്കി കൊടുക്കുമ്പോൾ സ്ലീവിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അത് ഞാൻ ആദ്യം വിട്ടുപോയി നിങ്ങളോട് പറയാനേ. എനിക്കിവിടെ തുണി തികയുമായിരുന്നു. അത് ആദ്യം നമുക്ക് സ്ലീവിന് കൂടെ കിട്ടുന്ന ഭാഗമാണോ എന്ന് അറിഞ്ഞു വേണം വെക്കാൻ. അതിനുശേഷം ഈ വരുന്ന ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് കട്ടിങ്ങിന് എടുക്കാം. കട്ടിങ്ങിന് വേണമല്ലോ. പിന്നെ അതാണ് സ്ലീവിന് എടുക്കുന്നത്. ഉണ്ടല്ലേ? ഇനി അതിങ്ങനെ 4 ആയിട്ട് മടക്കിയിടുക. നമ്മളുടെ വശത്തേക്ക് വേണം ഫോൾഡ് ഭാഗം വരേണ്ടത്. ആദ്യം 2 ആയിട്ട് മടക്കി പിന്നെ 2 ആയിട്ട് കൂടെ മടക്കുക. കറക്റ്റ് ലെവലാക്കി ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് എടുത്താലും കറക്റ്റ് ആയിട്ട് ഇരിക്കും. കണ്ടല്ലോ? ആദ്യം ഒരു പീസ്, പിന്നെ അതിൻ്റെ അതേ കൂടെ മടക്കി അടുത്ത പീസ് കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ 4 പീസാണ്, 4 എണ്ണമാണ് വരുന്നത്. മുറിയാത്ത വശം നമ്മളുടെ ഭാഗത്തേക്കും ഓപ്പൺ വരുന്നിടം മറു സൈഡിലേക്കുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അളവുകൾ കൊടുക്കാം. താഴെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. 1.5 ഇഞ്ച് നമുക്ക് തുണിയോ അധികം ഉണ്ടെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി ഇവിടെ എനിക്ക് വേണ്ടുന്നത് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടുന്നത് 8.5 8.5യുടെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിൽ കൊടുക്കണം. കാരണം ഷോൾഡർ ജോയിന്റ് പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ 8.5യുടെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൊടുത്ത് 9 ഇഞ്ച് എടുത്തു. അപ്പം മറു സൈഡിലേക്ക് 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കൈക്കുഴിയുടെ അവിടെ വരുന്ന ആ സ്ലീവിൻ്റെ ഭാഗം കണ്ടോ, ആ ഒരു ഭാഗം അവിടെ ഒന്ന് അടയാളം എത്രയുണ്ട് എന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കാം. കാരണം അവിടെ നമുക്ക് അവിടെ ഇതുപോലെ തയ്യൽ തുമ്പ് പോകുന്നതാണ്. ഇനി നമുക്കതൊന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം. സ്ലീവ് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കണ്ട, ഇതേപോലെ വരച്ചു കൊടുത്തു. ഇനി താഴെ നമുക്ക് അതിൻ്റെ ഓപ്പൺ എത്ര വേണമെന്ന് നോക്കണം. അതിനു മുമ്പ് ഇതിൽ നമുക്ക് വേണ്ടുന്ന ആം റൗണ്ട് എന്ന് പറഞ്ഞാൽ 8.75 ആ 8.75 അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 8.75 പ്ലസ് തയ്യൽ തുമ്പ് കൂടെ വേണം. കണ്ട, അവിടെ 8.75 വന്നു, ബാക്കി തയ്യൽ തുമ്പും ഉണ്ട്. പിന്നെ ഒരു 5 സ്ലീവിൻ്റെ റൗണ്ട് ഒരു 5.5 ഇഞ്ചാണ് ഇതിൽ വരുന്നത്. ആ 5.5 ഇഞ്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ 1.5 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗത്ത് ഒരു കട്ട് കൊടുക്കാം മുകൾഭാഗത്ത്. അതിനുശേഷം മാറ്റി വെച്ചു. ഇനി നമുക്ക് കട്ടിങ് വേണം. അതേപോലെ ബാക്ക് പാർട്ടിൽ വെക്കാൻ ഒരു പീസ് വേണം. അപ്പം ഇതിൽ നിന്ന് ഈ കട്ടിങ്ങിൻ്റെ പാർട്ട് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്കൊരു പീസ് എടുക്കാം. അപ്പോൾ ആദ്യം കട്ടിങ് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്
ഈ കട്ടിങ്ങിൻ്റെ ഭാഗം കട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ആ ഓപ്പൺ ഭാഗം വരുന്നിടത്ത് നോക്കാം എത്രയാണ് വേണ്ടത്. അവിടെ എത്രയാണോ നമുക്ക് കിട്ടിയത് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. കാരണം ജോയിൻ്റ് ഒക്കെ പോകുമല്ലോ. ആ തയ്യൽ തുമ്പ് എത്ര വരുമെന്ന് നോക്കണം. 1/2 ഇഞ്ചും താഴെയും മുകളിൽ 1/2 ഇഞ്ച് താഴെയും 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച്, അല്ലെങ്കിൽ മുകളിൽ 1/2 ഇഞ്ച് താഴെ 1/4 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ച്, അങ്ങനെ നമുക്ക് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അതനുസരിച്ച് എടുക്കുക. അപ്പം 3 ആണെങ്കിൽ 3 1 4 കൊടുക്കുക. അതേപോലെ ആ കൈക്കുഴിയുടെ അവിടെ എത്രയുണ്ടെന്ന് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ വീതി എത്രയാണോ വന്നിട്ടുള്ളതെന്ന് നോക്കണം. അതായത് ഫ്രണ്ട് പാർട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് അത് അടയാളപ്പെടുത്തി എടുക്കാം. അല്ലെങ്കിൽ അളവുടുപ്പിൽ നിന്ന് അതിൻ്റെ വണ്ണം എടുക്കാം. തയ്യൽ തുമ്പൂടെ കൂട്ടി എടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം കൈക്കുഴിയുടെ ആ ഭാഗത്തുള്ള ഇത് നോക്കാം. അവിടെ ഇതേപോലെ വെച്ചിട്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പൂടെ കൊടുക്കാം. നമ്മുടെ ഓപ്പൺ ഭാഗത്ത് വരുന്ന ഇതും കൈക്കുഴിയുടെ അവിടെ വരുന്നതും എടുക്കുക. അതിൻ്റെ കൂടെ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചെടുക്കുക. നമ്മൾ ആ ഓപ്പൺ ഭാഗം വരുന്നിടം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ. അത് നമുക്ക് അവിടെയാണോ കൈക്കുഴിയുടെ അവിടെയാണോ ഇത് വെക്കേണ്ടതെന്നുള്ളതൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം ഒരു അറിയായ്മയുണ്ട്. അതിന് വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ട് ഒരു വരച്ചു കൊടുക്കണം. നമ്മൾ ആ ഹൂക്ക് വരുന്ന ഭാഗത്ത് വരുന്ന ആ കട്ടിങ്ങിൽ. അത് ഞാൻ പിന്നെ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ അത് മാറ്റി വെച്ചു. അതിനുശേഷം ബാക്ക് പാർട്ടിന് വേണ്ടി ഒരു പടി 2 ഇഞ്ചിൻ്റെ ഒരു പടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പീസ് എടുക്കണം. ഇതാണ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തില്ലേ, ആ ഭാഗമാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, വീതിക്ക് അങ്ങനെ കിട്ടി. അതിൽ നിന്ന് നമുക്ക് 2.5 ഇഞ്ച് അരിപ്പടിക്ക് എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഊക്കുപടിക്കും എടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു. ഇനി മറ്റേ ആ കൈക്കുഴിയുടെ ഭാഗത്ത് വന്ന ആ പീസ് എടുക്കുക. അത് നമുക്ക് ക്രോസ് ആയിട്ട് വരച്ചെടുക്കാം. ക്രോസ് പീസിനെടുക്കാം. അതിനു മുമ്പ് ബാക്ക് പാർട്ടിൻ്റെ പടിക്കും കൂടെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അതിൻ്റെ മേളിൽ നിന്ന് ലെവലാക്കിക്കൊണ്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ എടുക്കാം. അപ്പം നമുക്ക് ബാക്ക് പാർട്ടിൽ പടി വേണം. പൂക്കുപടി അരിപ്പടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ക്രോസ് പീസ്. ഇത്രയൊക്കെയാണ് ബ്ലൗസിന് ഉള്ളത്. ഉണ്ട് 2 ഇഞ്ചിൻ്റെ പടിയും അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി ഞാൻ വരുന്നുണ്ട്. അടുത്ത ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകളും ഒക്കെ ഇട്ട് നമുക്ക് സ്ഥിരം ഇനി കാണാം.
ഇപ്പം ക്രോസ് പീസിനാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്നത്. അത് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് 1.5 ഇഞ്ചോ, ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ 1.5 ഇഞ്ചിൻ്റെ വീതിയിൽ എടുക്കുക. കാരണം ആദ്യം ഇത്തിരി വീതി കൂട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോയിൽ വരുന്നത്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വന്നിട്ടില്ല. ബ്ലൗസിൽ തന്നെ പലതരം കട്ടിംഗ് ഉണ്ട്. പ്രിൻസസ് കട്ടുണ്ട്, കടോരി ബ്ലൗസ് ഉണ്ട്, അതേപോലെ മോഡലുകളുണ്ട്, പലതുണ്ട്. ഇതെല്ലാം നമുക്കിനി വരും വീഡിയോയിലെല്ലാം കാണാം. താങ്ക് യു.